കോഴിക്കോട് CPM-ലെ ഭിന്നത മറനീക്കി പുറത്ത് ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധ പ്രകടനം. വടകര നഗരസഭാ അധ്യക്ഷ KP ബിന്ദുവിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ആദ്യം തന്നെ നമുക്കറിയാം പല ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോഴും അതിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിലാകട്ടെ PP ദിവ്യക്കടക്കം എടുത്ത നടപടിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അങ്ങനെ CPM-നുള്ളിൽ തന്നെ CPM നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമാന ഒരു നിലയാണ് കോഴിക്കോടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് CPM-ലെ ഭിന്നതയാണ് ഈ ഒരു പ്രതിഷേധത്തിലൂടെ പുറത്തു വരുന്നത്, അല്ലേ? അതുതന്നെയാണ് ഈ VS പിണറായി തർക്കവും വിഭാഗീയതയൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് VS-ന് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയും വീട്ടിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ CPM-മായി ബന്ധപ്പെട്ട വിഭാഗീയതകളൊന്നും അധികമൊന്നും പുറത്തേക്ക് വരാതെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഒരുപാട് ജില്ലാ സമ്മേളനങ്ങൾ, പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലും പാലക്കാട് ജില്ലാ സമ്മേളനത്തിലും ഒക്കെ വിഭാഗീയത സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നെങ്കിലും അതൊന്നും പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ വടകര ഏരിയ സെക്രട്ടറി ആയിരുന്ന PK ദിവാകരൻ മാസ്റ്ററെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വടകരയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. 50ഓളം ആളുകൾ സംഘടിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഏറാമല ഗ്രാമപഞ്ചായത്തിലെ തർക്കം ഉണ്ടായത് മൂലം RMB രൂപീകരിച്ചതിന് സമാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വടകരയും മുഞ്ചിയും ഒക്കെ ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ആ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു നേരത്തെ തന്നെ വടകര ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ PK ദിവാകരൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്നു. അന്നത്തെ ജില്ലാ സെക്രട്ടറി P മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചർച്ച ചെയ്ത് തീർക്കുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്തതാണ്. വടകര ഏരിയ കമ്മിറ്റിയിൽ PK ദിവാകരൻ മാസ്റ്റർ ഉൾപ്പെടുത്താത്തത് എന്തേ എന്ന പ്രദേശത്തെ CPM അനുഭാവികളുടെ ചോദ്യത്തിന് ജില്ലാ കമ്മിറ്റിയിൽ PK ദിവാകരൻ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ നൽകിയിരുന്നു. എന്നാൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പുതിയ ജില്ലാ കമ്മിറ്റി വന്ന സമയത്ത് 13 പുതിയ അംഗങ്ങളെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കകത്തേക്ക് എടുത്തിരുന്നെങ്കിലും പുറത്താക്കിയ 11 പേരിൽ വടകരയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് PK ദിവാകരൻ മാസ്റ്റർ ഉൾപ്പെട്ടിട്ടില്ല. അതിനെതിരെ പ്രതിഷേധമാണ് ഇപ്പോൾ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മണിയൂർ തുറശ്ശേരി മുക്കിലാണ് ഇത്തരത്തിൽ വൈകിട്ട് 7 മണിയോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. പാർട്ടിയെ തകർക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അനുഭാവികളായിട്ടുള്ള 50ഓളം ആളുകൾ കൂട്ടമായി നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ CPM-നകത്ത് നമുക്കറിയാൻ സാധിക്കുന്നത് വടകര ഏരിയ സമ്മേളനത്തിൽ CPM-നകത്ത് വടകര ഏരിയ സമ്മേളനത്തിൽ അവിടെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മത്സരം നടക്കാൻ പ്രധാനപ്പെട്ട കാരണം PK ദിവാകരനായിരുന്നു എന്നൊരു വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിക്കുണ്ടായി. PK ദിവാകരനോട് ഈ വടകരയിലെ മത്സരം ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ, അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നെങ്കിലും അതിന് PK ദിവാകരൻ തയ്യാറായില്ല. അവിടെ തുടങ്ങിയതാണ് വിഭാഗീയത പരസ്യമായി പുറത്തേക്ക് വരാൻ. പിന്നീട് അത് ജില്ലാ കമ്മിറ്റിയിലെത്തിയ സമയത്തായാലും PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുമെന്നൊരു ഉറപ്പ് അവിടെ നിന്നുള്ള ആളുകൾ നൽകിയിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമായിരുന്ന വടകര നഗരസഭ അധ്യക്ഷയായിട്ടുള്ള KP ബിന്ദുവിനെ ആദ്യം വടകര ഏരിയ കമ്മിറ്റിയിലേക്കും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും എടുത്തു. അതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. അതായത് ഏരിയ സെക്രട്ടറിയായി ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന ദിവാകരനെ പുറത്താക്കുന്നു. പകരം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തിയെ തന്നെ ഒരേ സമ്മേളന കാലയളവിൽ തന്നെ ആദ്യം ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് നേരിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് കാരണമായി. അത് പ്രദേശത്തെ വടകരയിലുള്ള CPM പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള രോഷത്തിന് കാരണമായി. അവർ നേരത്തെയൊക്കെ ഈ വിഷയങ്ങൾ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ നേതൃത്വത്തെയും അറിയിച്ചിരുന്നെങ്കിലും വടകര ഏരിയ കമ്മിറ്റിയിൽ PK ദിവാകരനെ ഉൾപ്പെടുത്താത്തത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനാലാണ് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. എന്നാൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ദിവാകരനെ ആ രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് എതിരെയുള്ള പ്രതിഷേധമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ 2 പ്രമുഖരായ നേതാക്കളെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന 2 പ്രമുഖരായ നേതാക്കളെയാണ് ഒഴിവാക്കിയത്. ഒന്ന് ഈ പറഞ്ഞതുപോലെ വടകരയിലെ ഏരിയ സെക്രട്ടറി
ഉണ്ടായിരുന്ന പി കെ ദിവാകരൻ മാസ്റ്റർ, മറ്റൊന്ന് പ്രമോദ് കൂട്ടുള്ളിക്കെതിരെ നമുക്കറിയാം PSC കോഴ ആരോപണം CPM-നകത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന കോഴിക്കോട് CPM-ലെ ഭിന്നത മറന്നീക്കി പുറത്തുവരികയാണ്. ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധ പ്രകടനം. വടകര നഗരസഭാ അധ്യക്ഷ KP ബിന്ദുവിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഗോകുലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്തത്.